നമസ്കാരം. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO നമ്മുടെ തിരുവനന്തപുരത്തും ബാംഗ്ലൂരും ഒക്കെ ആയിട്ട് ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. കാര്യങ്ങൾ ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. അതല്ലെങ്കിൽ രണ്ട് മെഗാ റിക്രൂട്ട്മെന്റുകൾ. അതിൽ ഒന്ന് സംഘടിപ്പിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ഗവൺമെന്റ് IT പാർക്കുകളുടെ കൂട്ടായ്മയാണ്. അതായത് തിരുവനന്തപുരം ടെക്നോ പാർക്കും കൊച്ചി ഇൻഫോ പാർക്കും അല്ലെങ്കിൽ കോഴിക്കോട് സൈബർ പാർക്കും ഒക്കെ ഉൾപ്പെടെയുള്ള കമ്പനികളിലേക്ക് വേണ്ടിയിട്ട് ഒരു മെഗാ റിക്രൂട്ട്മെന്റ് നടക്കുന്നുണ്ട്. അതുകൂടാതെ മറ്റൊരു അവസരം അത് സംഘടിപ്പിക്കുന്നത് SDC സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്റർ കൊച്ചിയാണ്. അതുകൊണ്ട് 1000-ലധികം അവസരങ്ങൾ അവിടെയും ലഭ്യമാണ്. ഈ രണ്ട് മെഗാ റിക്രൂട്ട്മെന്റുകൾ ഇത് കൂടാതെ കോർ എഞ്ചിനീയറിംഗ് മേഖലയിൽ നിന്നുള്ളവർക്കുള്ള ചില അവസരങ്ങൾ, ഇങ്ങനെ വിവിധ അവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. ഇതൊക്കെ മനസ്സിലാക്കുവാനായിട്ട് വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കാണുക. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ കൂടുതൽ ജോലികളൊക്കെ നിങ്ങൾ തേടുന്നുണ്ടെങ്കിൽ നമ്മുടെ തന്നെ പല ചാനലുകൾ കൂടെ വാട്സാപ്പ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, അതല്ലെങ്കിൽ നമ്മുടെ ജോബ് സൈറ്റിലൂടെ ഒക്കെ ജോലി തേടാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഈ മെഗാ അവസരങ്ങൾ ചിലത് സൂചിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ബിടെക്കുകാർക്കും അല്ലെങ്കിൽ നോൺ എഞ്ചിനീയറിംഗുകാർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന ഒന്ന് രണ്ട് അവസരങ്ങൾ ആദ്യം സൂചിപ്പിച്ചുകൊള്ളട്ടെ. പോപ്പുലർ ഹുണ്ടായി ഈ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയേഴ്സിനെ അല്ലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയേഴ്സിനെ കുറെ കൂടുതൽ ആൾക്കാരെ ഇപ്പോൾ ഹയർ ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്നു. ആദ്യത്തെ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മാനേജ്മെന്റ് ട്രെയിനി സർവീസ് എന്ന തസ്തികയിലേക്കാണ്. മറ്റൊരു റിക്രൂട്ട്മെന്റ് മാനേജ്മെന്റ് ട്രെയിനി സെയിൽസ് എന്ന തസ്തികയിലേക്കും. ഈ മാനേജ്മെന്റ് ട്രെയിനി സർവീസ് എന്ന തസ്തികയിലേക്ക് ബിടെക് മെക്കാനിക്കലുകാരെയോ ഓട്ടോമൊബൈലുകാരെയോ ഹയർ ചെയ്യുന്നുണ്ട്. മാനേജ്മെന്റ് ട്രെയിനി സെയിൽസ് എന്ന തസ്തികയിലേക്ക് MBAക്കാരെ അല്ലെങ്കിൽ ബിടെക് ഏത് ബ്രാഞ്ച് കഴിഞ്ഞവരെയും ഹയർ ചെയ്യുന്നുണ്ട്. ഈ അവസരങ്ങളിലേക്കൊക്കെയുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. മാനേജ്മെന്റ് ട്രെയിനി സർവീസ് എന്ന തസ്തികയിലേക്കുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ 27-ാം തീയതി ഓഗസ്റ്റിലും മാനേജ്മെന്റ് ട്രെയിനി സെയിൽസ് എന്ന തസ്തികയിലേക്ക് 26-ാം തീയതി ഓഗസ്റ്റിലും നടക്കുന്നുണ്ട്. ഈ പോപ്പുലർ ഹുണ്ടായുടെ വൈറ്റിലയിലെ ഓഫീസിലേക്ക് 10:30 മണിക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങൾ നിങ്ങൾക്ക് എത്തുവാനായിട്ട് കഴിയും. അതിന് മുമ്പായിട്ട് ഇവരെ വിളിച്ച് ഉറപ്പാക്കിയതിന് ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ. അതിനൊക്കെ കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷനുള്ള ലിങ്കിൽ നൽകും. ഇനി അടുത്തത് വീണ്ടും ഈ എഞ്ചിനീയറിംഗുകാർക്കും അല്ലെങ്കിൽ BSCക്കാർക്കും ഒക്കെ ലഭ്യമായിരിക്കുന്ന മറ്റൊരു അവസരം കൂടി ഞാൻ ഒന്ന് സൂചിപ്പിച്ചുകൊള്ളട്ടെ. വേദാന്ത എന്ന് പറഞ്ഞാൽ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇവര് ഗുജറാത്തിലെ കച്ച് ഉൾപ്പെടെയുള്ള ലൊക്കേഷനുകളിലേക്ക് കുറേ അധികം തസ്തികകളിലേക്ക് ഒരു റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇവർക്ക് ഇതൊരു അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ആർക്കായിരിക്കും ഈ അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുക? പ്രൊഡക്ഷൻ എഞ്ചിനീയർ എന്ന തസ്തിക ഉൾപ്പെടെ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, മെക്കാനിക്കൽ എഞ്ചിനീയർ, QC ക്വാളിറ്റി കൺട്രോൾ ഈ തസ്തികകളിലൊക്കെയാണ് അവസരങ്ങൾ. അപ്പോൾ ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞവരെ, കെമിക്കൽ കഴിഞ്ഞവരെ, അല്ലെങ്കിൽ ബിടെക് ഇലക്ട്രിക്കൽ കഴിഞ്ഞവരെ, അല്ലെങ്കിൽ BSc കെമിസ്ട്രിയോ BSc ഫിസിക്സോ ഒക്കെ കഴിഞ്ഞവർക്ക് ആയിരിക്കും ഈ ഒരു അവസരം ലഭ്യമായിരിക്കുക. ഒരു 1 ഇയർ അപ്രന്റീസ്ഷിപ്പ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തേണ്ടവരെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അവിടെ പോയി കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതല്ലെങ്കിൽ jobsbridge.com നമ്മുടെ സൈറ്റിൽ പോയിട്ട് വേദാന്ത എന്ന് സെർച്ച് ചെയ്തും ഈ അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. ഇനി ഞാൻ ഏതാണ്ട് 1000-ഓളം അവസരങ്ങളിലേക്ക് ലഭ്യമായിരിക്കുന്ന ഒരു മെഗാ റിക്രൂട്ട്മെന്റിന്റെ ഡീറ്റെയിൽസ് ഒന്ന് സൂചിപ്പിക്കാം. കേരള ഗവൺമെന്റ് കീഴിൽ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷന് കീഴിൽ കൊച്ചിയിലുള്ള ഒരു പ്രവർത്തനമാണ് സൂപ്പർവൈസറി ഡെവലപ്മെന്റ് സെന്റർ SDC എന്നുള്ളത്. ഇവരാണ് ഈ ഒരു മെഗാ അപ്രന്റീസ്ഷിപ്പ് മേള അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇത് അപ്രന്റീസ്ഷിപ്പ് അവസരങ്ങളായിരിക്കും. അപ്പം ഇതിന്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ബിടെക്, അതേപോലെ ഡിപ്ലോമ, അതേപോലെ ഏതെങ്കിലും വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർ BSc BA BCom ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ ഡിഗ്രി കഴിഞ്ഞവർക്കും ഡിപ്ലോമക്കാർക്കും ബിടെക് 3 ഇയർ ഡിപ്ലോമക്കാർക്കും ബിടെക്കുകാർക്കും ആയിരിക്കും ഈ ഒരു അവസരമുള്ളത്. ഫ്രഷേഴ്സിനാണ്. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ ഇവർ കൺസിഡർ ചെയ്യുന്നത് നിങ്ങൾ പാസ് ഔട്ട് ആയിട്ട് 5 കൊല്ലത്തിൽ താഴെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അവർക്ക് ഇത് ഒരു പെർമനന്റ് ജോലി ആയിരിക്കത്തില്ല, മറിച്ച് അപ്രന്റീസ് അവസരമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഡിഗ്രിക്കാർക്ക്, അതായത് ബിടെക്കുകാർക്കും BSc BA BCom അങ്ങനെയുള്ള മറ്റ് ഡിഗ്രിക്കാർക്കും ഒക്കെ 9,000 രൂപയായിരിക്കും പ്രതിമാസം സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കുക. ഡിപ്ലോമക്കാർക്ക് 8,000 രൂപയായിരിക്കും സ്റ്റൈഫൻഡ് ആയിട്ട് ലഭിക്കുക. പക്ഷെ നിങ്ങൾക്ക് ഈ കാലയളവിൽ നിങ്ങൾക്ക് ഈ അപ്രന്റീസ് ആയിട്ട് വർക്ക് ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഒക്കെ ലഭ്യമാകും. അത് ഗവൺമെന്റ് മേഖലയിൽ ഒരു തൊഴിൽ പരിചയമായിട്ട് തന്നെ കൺസിഡർ ചെയ്യും എന്നുള്ള ആനുകൂല്യങ്ങളുണ്ട്. അപ്പൊ എങ്ങനെയായിരിക്കും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയുക? ഈ 1000 ഒഴിവുകളിലേക്കുള്ള ഈ അപ്രന്റീസ്ഷിപ്പ് മേള നടക്കുന്നത് ഓഗസ്റ്റ് 31-ാം തീയതിയാണ്. 31-ാം തീയതി കൊച്ചി കളമശ്ശേരിയിലെ ഗവൺമെന്റ് വുമൺസ് പോളിടെക്നിക്കിൽ വെച്ചായിരിക്കും.
അപ്പോൾ അത് 31-ൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ 30-ാം തീയതിക്ക് മുമ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യണം. അത് ഈ SDCയുടെ വെബ്സൈറ്റ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു മെയിൽ കിട്ടും. ആ മെയിലും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും ബാക്കി എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് ഇവർ സൂചിപ്പിക്കും, നിങ്ങളുടെ ബയോഡാറ്റ, ഇങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ, റെസ്യൂമയൊക്കെ ആയിട്ട് വേണം ഈ വോക്ക്-ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഇവർ സൂചിപ്പിക്കുന്നത് മൾട്ടിപ്പിൾ ആയിട്ടുള്ള കമ്പനികളിലെ അവസരങ്ങളുണ്ട്. കേരളത്തിലെ പ്രൈവറ്റ്, ഗവൺമെന്റ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ കമ്പനികളിലൊക്കെ അവസരങ്ങൾ ഇവിടെ ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റെസ്യൂമേയും അതുപോലെ തന്നെ കൂടുതൽ കോപ്പീസ് ഓഫ് മാർക്ക് ലിസ്റ്റ് അങ്ങനെയൊക്കെ ആയിട്ട്, അത് ഒറിജിനൽസും കോപ്പികളും കരുതണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആയിട്ട് വോക്ക്-ഇൻ ചെയ്യാവുന്നതാണ്. ഇനി എവിടെയൊക്കെ ആയിരിക്കും ഈ 1000 ഒഴിവുകൾ ലഭ്യമാവുക? അതിന്റെ ലിസ്റ്റ് 29-ാം തീയതി, ഓഗസ്റ്റ് 29-ാം തീയതി SDCയുടെ സൈറ്റിൽ അവരെ അനൗൺസ് ചെയ്യും. അപ്പോൾ ആ ലിസ്റ്റ് ഇപ്പോഴേ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് വെക്കുക. എന്നിട്ട് 29-ാം തീയതി നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനികളുണ്ടെങ്കിൽ 31-ാം തീയതി നിങ്ങൾക്ക് വോക്ക്-ഇൻ ചെയ്തുകൊണ്ട്, അതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യണം 30-ാം തീയതിക്ക് മുമ്പായിട്ട്, എന്നിട്ട് 31-ാം തീയതി വോക്ക്-ഇൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. ISROയിലെ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് കേരളത്തിൽ തന്നെ ലഭ്യമായിരിക്കുന്ന മറ്റൊരു മെഗാ അവസരത്തിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മനസ്സിലാക്കാം. ഇഗ്നൈറ്റ് എന്നുള്ളതാണ് ഈ ഒരു അവസരം. ഇതിൽ താഴേക്ക് വന്നാൽ ആരാണ് ഈ അവസരം ഒരുക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തിരുവനന്തപുരം ടെക്നോ പാർക്കും കൊച്ചി ഇൻഫോ പാർക്കും കോഴിക്കോടുള്ള സൈബർ പാർക്കും, അതോടൊപ്പം ഈ സ്റ്റാർട്ടപ്പ് മിഷന്, ICT അക്കാഡമി ഓഫ് കേരള, അതുപോലെ തന്നെ കേരള ഗവൺമെന്റിലുള്ള കേരള നോളജ് എക്കണോമി മിഷൻ, ടെക്നോ പാർക്കിലെ കമ്പനികളുടെയൊക്കെ കൂട്ടായ്മയായ GTech, അതേപോലെ സൈബർ പാർക്ക് കോഴിക്കോടൊക്കെ കമ്പനികളുടെ കൂട്ടായ്മയൊക്കെ കാഫിറ്റ്, ഇവരെല്ലാം കൂടിയിട്ടാണ് ഈ ഒരു ഇഗ്നൈറ്റ് പ്രോഗ്രാം അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്താണ് അവസരം? ഈ ടെക്നോ പാർക്കിൽ, ഇൻഫോ പാർക്കിലെയും സൈബർ പാർക്കിലെയും, അല്ലെങ്കിൽ ഈ സ്ഥാപനങ്ങളുണ്ട്, സ്റ്റാർട്ടപ്പ് മിഷന്, ഇങ്ങനെയുള്ള GTech, കാഫിറ്റ്, ഇവിടെയൊക്കെയുള്ള കമ്പനികളിലെ IT അല്ലെങ്കിൽ IT എനേബിൾഡ് കമ്പനികളിലെ അവസരങ്ങളിലേക്കുള്ള ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാമാണ്. അവർക്ക് ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളെങ്കിൽ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്താം. ഇന്റേൺഷിപ്പ് വിത്ത് സ്റ്റൈഫൻഡ് ആണ്. ഇവിടെ കാണാൻ സാധിക്കും, ഇറ്റ്സ് ആൻ ഇന്റേൺഷിപ്പ് പ്രോഗ്രാം, ഇഗ്നൈറ്റ് ഇന്റേൺഷിപ്പ് പ്രോഗ്രാം. ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് സ്റ്റൈഫൻഡ് നേടിക്കൊണ്ട് കമ്പനികളിലെ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ടുള്ള ഒരു അവസരം. ഇഗ്നൈറ്റ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള. ഒരു 6 months ഇന്റേൺഷിപ്പ് ആയിരിക്കും ഇവിടെ ലഭ്യമായിരിക്കുക. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് അത് താല്പര്യം ഉണ്ടെങ്കിൽ ലുക്കിംഗ് ഫോർ ഇന്റേൺഷിപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഡീറ്റെയിൽസ് നൽകി രജിസ്റ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഇവരുടെ മെയിലും കാര്യങ്ങളൊക്കെ ലഭ്യമാകും. അവർക്ക് 1000-ലധികം ഇന്റേൺഷിപ്പാണ് ഇവർ ഓൾറെഡി ഓഫർ ചെയ്തിരിക്കുന്നത്. 683-ലധികം കമ്പനികളിലെ അവസരങ്ങൾ ലഭ്യമായിട്ടുണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവരുടെ സൈറ്റിലേക്ക് വന്നാൽ ഇവരുടെ ഒരു FAQ ഉണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്താൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് ഒന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. എന്തായിരിക്കും ഇന്റേൺഷിപ്പ് പ്രോഗ്രാം? ഇവിടെ നൽകിയിട്ടുണ്ട്. ഗവൺമെന്റ് ഓഫ് കേരളയുടെ ഒരു ഇനീഷ്യേറ്റീവാണ്. അതായത് ഫ്രഷ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സിന് അല്ലെങ്കിൽ ഫൈനൽ ഇയറിന്റെ പരീക്ഷയൊക്കെ കഴിഞ്ഞ് വെയിറ്റ് ചെയ്യുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് കേരളത്തിലെ IT എനേബിൾഡ് കമ്പനികളിൽ ഇന്റേൺഷിപ്പ് ചെയ്യുന്നതിനുള്ള അവസരമായിരിക്കും. അപ്പം എന്തായിരിക്കും ഒരു ബെനിഫിറ്റ്? മിനിമം 10,000 രൂപ നിങ്ങൾക്ക് പ്രതിമാസം സ്റ്റൈഫൻഡ് ലഭ്യമാകും. അതിൽ 5,000 രൂപ ഗവൺമെന്റ് ആയിരിക്കും നൽകുക. ബാക്കി മിനിമം 5,000 എങ്കിലും കമ്പനികൾ നൽകും. ചില കമ്പനികൾ അതിൽ കൂടുതൽ ഈ സ്റ്റൈഫൻഡും ഓഫർ ചെയ്യാറുണ്ട്. ഇനി എവിടെയായിരിക്കും, ആരായിരിക്കും ഇത് ഓഫർ ചെയ്യുക? ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു, IT എനേബിൾഡ് കമ്പനീസ്. ഈ കേരളത്തിലെ IT പാർക്കുകളിലും സ്റ്റാർട്ടപ്പ് മിഷനും ഒക്കെയുള്ള IT അല്ലെങ്കിൽ IT എനേബിൾഡ് കമ്പനീസിലായിരിക്കും ഈ ഇന്റേൺഷിപ്പ് ലഭ്യമാവുക. ഓൺലൈൻ ആയിരിക്കോ ഓഫ്ലൈൻ ആയിരിക്കോ, അതോ ഹൈബ്രിഡ് ആയിരിക്കുമോ? അത് കമ്പനികൾക്ക് ഇത് ഓൺലൈനിലൂടെയോ ഓഫ്ലൈനിലൂടെയോ ഹൈബ്രിഡോ ഒക്കെ ആയിട്ട് നടത്താം എന്നാണ് ഗവൺമെന്റ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് കമ്പനിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. ഇനി ഇത് എന്തായിരിക്കും നമുക്ക് ബെനിഫിറ്റ്? ഒരു സ്റ്റൈഫൻഡ് പ്രതിമാസം ലഭ്യമാവും. അത് മാത്രമല്ല, കേരള ഗവൺമെന്റിന്റെ കേരള ITയുടെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ 6 മാസം ചെയ്യുമ്പോൾ 6 മാസത്തെ ഒരു ഇന്റേൺഷിപ്പ് സർട്ടിഫിക്കറ്റും ലഭ്യമാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. സ്റ്റൈഫൻഡിന്റെ കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു. എങ്ങനെയായിരിക്കും ഇതിന് അപ്ലൈ ചെയ്യുക? രജിസ്റ്റർ ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഞാൻ ഓൾറെഡി സൂചിപ്പിച്ചു. 20 വയസ്സിനും 25 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഫ്രഷ് ഗ്രാജുവേറ്റ്സ്, അല്ലെ ഫൈനൽ ഇയർ പരീക്ഷ എഴുതി റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കായിരിക്കും ഈ ഒരു അവസരം. പിന്നെ ഹൗ ആർ കാൻഡിഡേറ്റ്സ് റിക്രൂട്ടഡ്? എങ്ങനെയായിരിക്കും ഇവരെ റിക്രൂട്ട് ചെയ്യുക? നമ്മൾ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനികൾ അവരത് കുട്ടികളുമായി റിക്രൂട്ട് ചെയ്യും. അതുകൂടാതെ ഇതിനു വേണ്ടിയിട്ട് ഇവരൊരു അപ്രന്റീസ്ഷിപ്പ് ഫെയർ സംഘടിപ്പിക്കാറുണ്ട്. അതെന്താണെന്ന് കൂടി ഞാനൊന്ന് സൂചിപ്പിക്കാം. അതിനു മുമ്പായിട്ട് 1-2 ചോദ്യങ്ങൾ കൂടിയുണ്ട്. ഈ ഇന്റേൺഷിപ്പ് എടുത്താൽ ജോബ് ഓഫർ ഉണ്ടോ എന്നുള്ളതാണ്. അത് കമ്പനികളുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും. നിങ്ങളുടെ പെർഫോമൻസ് ഒക്കെ അനുസരിച്ച് കമ്പനികൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഒരുപക്ഷെ ജോബ് ഓഫർ നൽകിയേക്കാം എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇനി ഇന്റേൺഷിപ്പ് ഫെയർ ഇതിന്റെ ഭാഗമായിട്ട് നടത്തപ്പെട്ടേക്കാം.
തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും, കൊച്ചി ഇൻഫോ പാർക്കിലും, കോഴിക്കോട് സൈബർ പാർക്കിലും ഒക്കെ ഇതിന്റെ ഭാഗമായിട്ട് ഇന്റേൺഷിപ്പ് ഫെയർ സാധാരണ നടത്താറുണ്ട്. അപ്പോൾ ആ ഫെയറിലേക്ക് വോക്ക് ഇൻ ചെയ്തുകൊണ്ട് അതായത് കമ്പനികളിലെ അവസരങ്ങളും മനസ്സിലാക്കാറുണ്ട്. തൽക്കാലം നിങ്ങൾ രജിസ്റ്റർ ചെയ്യുവാണ് വേണ്ടത്. എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുന്നത് എന്ന് ഞാൻ സൂചിപ്പിച്ചു. ഇതിന്റെ ഹോം പേജിലേക്ക് വന്നു കഴിയുമ്പോൾ ലുക്കിംഗ് ഫോർ ഇന്റേൺഷിപ്പ് ക്ലിക്ക് ഹിയറെ രജിസ്റ്റർ ചെയ്യുക. ക്ലിക്ക് ചെയ്യുക. ബേസിക് ആയിട്ട് നിങ്ങളുടെ മൊബൈൽ നമ്പറും പാസ്വേഡും ഒക്കെ കൊടുത്ത് നിങ്ങൾക്ക് രജിസ്റ്റർ നൗവെ ക്ലിക്ക് ചെയ്യുക. രജിസ്റ്റർ നൗവെ ക്ലിക്ക് ചെയ്തിട്ട് ബേസിക് ആയിട്ട് നിങ്ങളുടെ നെയിം, ഇമെയിൽ ID, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. പിന്നെ ലോഗിൻ ചെയ്തുകൊണ്ട് ഈ അവസരങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. ഇനി നമുക്ക് ISROയിൽ ലഭ്യമായിരിക്കുന്ന അവസരങ്ങളൊന്ന് പരിശോധിക്കാം. ISRO എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന് കീഴിൽ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ് ISRO എന്നുള്ളത്. ഇപ്പോൾ ഈ ISROയുടെ ലിക്വിഡ് പ്രൊപ്പൽഷൻ സിസ്റ്റം സെന്റർ, അതായത് LPSC, ഇതിലേക്കാണ് റിക്രൂട്ട്മെന്റ്. ഇത് നമ്മുടെ തിരുവനന്തപുരം ആസ്ഥാനമായി, തിരുവനന്തപുരത്ത് വെളിയമല ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ISROയുടെ തന്നെ. അപ്പോൾ അവിടെയാണ് അവരാണ് ഈ റിക്രൂട്ട്മെന്റ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. 19-ാം തീയതി ഓഗസ്റ്റിൽ അനൗൺസ് ചെയ്ത റിക്രൂട്ട്മെന്റ് ആണ്. അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും. ആദ്യത്തെ അവസരം ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നുള്ള ലെവൽ 7. വളരെ മികച്ച ശമ്പളമായിരിക്കും ഇവിടെ ലഭ്യമാകുക. കാണാൻ സാധിക്കും. 1,42,000 രൂപ വരെ പ്രതിമാസ ശമ്പള സ്കെയിലുള്ള അവസരമാണ് ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്നുള്ളത്. അതിൽ തന്നെ കാണാനായിട്ട് കഴിയും മെക്കാനിക്കലിൽ 10 ഒഴിവുകളാണ്, ഇലക്ട്രിക്കലിൽ 1 ഒഴിവ്. മെക്കാനിക്കലി 10 ഒഴിവുകളിൽ 6 എണ്ണം നമ്മുടെ തിരുവനന്തപുരത്താണ്, 2 എണ്ണം ബാംഗ്ലൂരും ആയിരിക്കും. അപ്പോൾ എന്തായിരിക്കും ക്വാളിഫിക്കേഷൻ അതിന് വേണ്ടത്? 3 ഇയർ ഡിപ്ലോമ ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ പോളിടെക്നിക്ക്, മെക്കാനിക്കൽ കഴിഞ്ഞ് ഫസ്റ്റ് ക്ലാസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഇലക്ട്രിക്കലിലേക്ക് 3 ഇയർ ഡിപ്ലോമ ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് വിത്ത് ഫസ്റ്റ് ക്ലാസ്. ഇനി മറ്റൊരു തസ്തിക എന്ന് പറഞ്ഞാൽ ടെക്നീഷ്യൻ ടെക്നീഷ്യൻ ബി ലെവൽ 3. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും ശമ്പള സ്കെയിൽ 69,100 രൂപ വരെയായി. അപ്പോൾ ഇതിനകത്ത് വരുന്ന വേക്കൻസികൾ എന്ന് പറഞ്ഞാൽ വെൽഡർ ഒരു വേക്കൻസി തിരുവനന്തപുരത്തുണ്ട്. അതേപോലെ ഇലക്ട്രോണിക് മെക്കാനിക്ക് 2 വേക്കൻസി തിരുവനന്തപുരത്ത്, ടെർണർ ഒരു വേക്കൻസി തിരുവനന്തപുരത്തുണ്ട്. അപ്പം ഇതുകൂടാതെ മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഒരു വേക്കൻസി തിരുവനന്തപുരത്തുണ്ട്. ഫിറ്റർ 5 വേക്കൻസിയിൽ 3 എണ്ണം തിരുവനന്തപുരത്തും 2 എണ്ണം ബാംഗ്ലൂരും ആയിരിക്കും. പിന്നെ മെക്കാനിസ്റ്റ് ഒരു വേക്കൻസി, അത് ബാംഗ്ലൂർ ആയിരിക്കും. അതുപോലെ ഹെവി വെഹിക്കിൾ ഡ്രൈവർ 5 വേക്കൻസികളാണ്, 5ഉം നമ്മുടെ തിരുവനന്തപുരത്ത് ആയിരിക്കും. ഇതും കൂടാതെ ഇവിടെ കാണാൻ സാധിക്കും ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ 2 വേക്കൻസി തിരുവനന്തപുരത്തുണ്ട്, കുക്ക് ഒരു വേക്കൻസി തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വേക്കൻസികൾ ലഭ്യമായിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ പോസ്റ്റുകൾ. അപ്പോൾ അത് ഓരോത്തിൻ്റെയും ശമ്പളം ഇവിടെ നൽകിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ കാണാനായിട്ട് കഴിയും. ഇനി നമുക്ക് ഇതിൻ്റെ ക്വാളിഫിക്കേഷനോടെ നോക്കാം. ഞാൻ ഓൾറെഡി ക്വാളിഫിക്കേഷൻ സൂചിപ്പിച്ചു. ഈ ടെക്നിക്കൽ അസിസ്റ്റന്റ് എന്ന തസ്തികയിലേക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ 3 ഇയർ പോളിടെക്നിക് ആണ്, അതാത് മേഖലകളിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. വെൽഡറായിട്ട് SSLC പാസ് പ്ലസ് ITI കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാനായിട്ട് കഴിയും. അതേപോലെ തന്നെ ഇലക്ട്രോണിക് മെക്കാനിക്കൽ, അതേപോലെ ടെർണർ, ഇവിടെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും SLC പ്ലസ് ITI അതാത് മേഖലയിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, അതേപോലെ ഫിറ്റർ, അതേപോലെ തന്നെ മെക്കാനിസ്റ്റ്, ഇതെല്ലാം 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ITI കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ഹെവി വെഹിക്കിൾ ഡ്രൈവർ 5 ഒഴിവുകൾ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് ഇവിടെ കാണിക്കാം. 10ാം ക്ലാസ് പാസ്സായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 5 ഇയേഴ്സ് എക്സ്പീരിയൻസ് കാണാം. അതിൽ 3 വർഷം ഹെവി വെഹിക്കിൾ ഡ്രൈവറായിട്ട് വർക്ക് ചെയ്തായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിട്ട് 2 ഒഴിവുകളാണ്. ഇവിടെയും 10ാം ക്ലാസ് പാസ്സായിരിക്കണം. 3 വർഷം ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവറായിട്ടുള്ള എക്സ്പീരിയൻസ് കാണണം. അതുപോലെ ലൈറ്റ് വെഹിക്കിൾ ഡ്രൈവർ ലൈസൻസും കാണും. കുക്കായിട്ട് 1 ഒഴിവാണ്. 10ാം ക്ലാസ് കഴിഞ്ഞ് 5 വർഷം കുക്കായിട്ട് ആയിട്ട് ജോലി ചെയ്തവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് വളരെ വിശദമായിട്ട് ഇവരുടെ ഈ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ആ കാര്യങ്ങൾ ഇവിടെ വന്നാൽ വായിക്കാനായിട്ട് പറ്റും. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സും വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ചില അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതാത് കമ്പനിയുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പോയി വായിച്ച് മനസ്സിലാക്കി എലിജിബിലിറ്റി ഒക്കെ കൃത്യമായി മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അതിലും ഈ ഒരു വീഡിയോ അത് നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ കൂടുതൽ തൊഴിലവസരങ്ങൾ തരുന്നവരുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് ചാനലിലൂടെയോ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടിയോ അതായത് നമ്മുടെ ജോബ് സൈറ്റ് jobsbridge.com അതിലൂടെയൊക്കെ ജോബ് അവസരങ്ങൾ കണ്ടെത്താവുന്നതാണ്. അതിൻ്റെ ഒരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഏറ്റവും ശുഭകരമായ ഒരു ഭാവി കരിയർ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.